ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അസാധാരണമായ ഒരു പോരാട്ട പ്രാർത്ഥനയെക്കുറിച്ചും ആ പ്രാർത്ഥനയ്ക്ക് അനന്തരമായി ലഭ്യമായ ദൈവിക അനുഗ്രഹങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ വേദപുസ്തകത്തിൽ ഒരധ്യായം വായിച്ച് അതിലൂടെ കടന്നു പോകുമ്പോൾ 2 പ്രാർത്ഥനകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 2 പ്രാർത്ഥനകളും ഒരാൾ തന്നെ പ്രാർത്ഥിച്ചതാണ്. അദ്ദേഹം അത്ര വലിയ പ്രാർത്ഥനാ മനുഷ്യനൊന്നുമല്ല. പക്ഷേ രണ്ടാമത്തെ പ്രാർത്ഥന തൻ്റെ ജീവിതം മാറ്റി. നമുക്കെല്ലാവർക്കും അറിയാവുന്നയാളാണ് യാക്കോബ്. ഒരു രാത്രി മുഴുവനും മൽപ്പിടുത്തം, ദൈവത്തോട് നടത്തിയ മൽപ്പിടുത്തം. അതൊരു അസാധാരണമായ പോരാട്ട പ്രാർത്ഥനയായിരുന്നു. ആ മൽപ്പിടുത്തത്തിന് അനന്തരമായിട്ടാണ് യാക്കോബ് എന്നുള്ള പേര് മാറി താൻ ഇസ്രായേൽ എന്നുള്ള പേരിനുടമയായത്. അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നീട് ഒരു ജനത മുഴുവൻ ഇസ്രായേൽ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അപ്പം ആ പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? ആ പ്രാർത്ഥനയ്ക്കകത്ത് സംഭവിച്ച കാര്യം എന്താണ്? നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കുറേ ദിവസങ്ങളായി ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ പഠനത്തിലും എൻ്റെ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് നൽകി തന്ന ആഴവും ശക്തവുമായ ചില ചിന്തകൾ ഈ സന്ദേശത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറേ ദിവസങ്ങളായിട്ട് ഒത്തിരി സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു വലിയ അവ്യക്തത തോന്നി. അതായത് രാത്രിയിൽ എഴുന്നേറ്റു ഉഷസ്സാകുവോളം ഒരു പുരുഷനോട് മൽപ്പിടുത്തം നടത്തി. ഉഷസ്സായപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, നിൻ്റെ പേര് ഇനി ഇസ്രായേൽ എന്നാകും എന്നൊക്കെ പറഞ്ഞ് ആ പാസേജ് അവിടെ കൊണ്ട് തീരുകയാണ്. നിങ്ങൾ ആ ഭാഗം ഒന്നെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വളരെ കുറച്ച് വാക്യങ്ങളിൽ മാത്രമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. ഇത്രയും മണിക്കൂറുകൾ, ഒരു രാത്രി മുഴുവനും നീണ്ട മണിക്കൂറുകൾ നീണ്ട ഈ മൽപ്പിടുത്തത്തിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്താതെ മറച്ചു വെച്ചു? അതായത് എന്താണ് യാക്കോബ് അവിടെ ചെയ്തത്? എന്താണ് പ്രാർത്ഥിച്ചത്? എന്താണ് ആ രാത്രിയിൽ നടന്നത്? ഇതൊന്നും അവിടെ കാണുന്നില്ല. പരിശുദ്ധാത്മാവ് എഴുതാതെ വിട്ടുകളഞ്ഞതാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം ആരംഭം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് മനസ്സിലാകും ദൈവവചനം പൂർണ്ണതയുള്ളതാണ്, കൃത്യതയില്ലാത്തതാണ്. ഈ സമാഗമന കൂടാരത്തിൻ്റെയൊക്കെ അളവും നീളവും ഒക്കെ കൃത്യമായി എഴുതാൻ അറിയാവുന്ന ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് ഈ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം ഉരുവിട്ട വാക്കുകൾ ഒക്കെ എഴുതരുതായിരുന്നു. എന്തേ അതൊന്നും എഴുതാതെ വിട്ടുകളഞ്ഞത്? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2 പ്രാർത്ഥനകൾ ആ അധ്യായത്തിൽ ഞാൻ കണ്ടു. ഒന്ന് സാധാരണ പ്രാർത്ഥന. ആ പ്രാർത്ഥന സെയിം അധ്യായത്തിൽ സെയിം നൈറ്റിൽ യാക്കോബ് പ്രാർത്ഥിച്ചതാണ്. 32-ന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 22 മുതലുള്ള വാക്യങ്ങളിലാണ് അസാധാരണമായ പ്രാർത്ഥന. അവിടെ വാചകങ്ങളില്ല, എന്തു ചെയ്തുവെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല. പക്ഷേ ഭയങ്കര റിസൾട്ട് ഉണ്ടായി. ഈ ഒന്നാമത്തെ പ്രാർത്ഥന ദീർഘമായ വാചകങ്ങളാണ്. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം പറയുന്നില്ല. 32-ന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പം ആ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ദൈവമേ നീ എന്നെ കൊണ്ടുവന്നല്ലോ, എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ കൈവിടല്ലേ, സർവ്വഭൂമിക്ക് നാഥനെ, ഒത്തിരി വാചകങ്ങളുണ്ട്. ശരിക്കും ഒരു ഫോർമൽ പ്രെയറാണ്. പക്ഷേ ആ പ്രാർത്ഥനയല്ല തൻ്റെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവന്നത്, ദൈവിക വാഗ്ദത്തങ്ങൾ കൊണ്ടുവന്നത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ പേര് മാറിയത്, തൻ്റെ ഐഡൻറ്റിറ്റി മാറിയത് ഈ ഒരു പ്രാർത്ഥനയിലാണ്. സത്യത്തിൽ ഈ യാക്കോബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉബായി, കള്ളൻ, കളിപ്പിച്ചവൻ, ഇങ്ങനെയൊക്കെയാണ്. ഒരു പരിധിവരെ ശരിയാണത്. പക്ഷേ പിന്നീടുള്ള ചരിത്രം നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യാക്കോബിൻ്റെ ജീവിതം മൊത്തം മാറ്റിയ ആ പ്രാർത്ഥന എന്താണ്? ഞാൻ ആ പറഞ്ഞ ഭാഗം വളരെ സമയമെടുത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകും. 22 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു മറയുണ്ട്. അതായത് വ്യക്തതയില്ല. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് അത് വ്യക്തമാക്കാഞ്ഞത്? നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ പ്രാർത്ഥന മനുഷ്യരാകണമെന്നും ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണമെന്നും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ആഗ്രഹിക്കുന്ന കർത്താവെ അവിടുന്ന് എന്തിനാണ് ഇത് മറച്ചു വെച്ചത്? കുറേ ദിവസങ്ങൾ ഞാൻ ഇതിൻ്റെ ഒരു അന്വേഷണത്തിലായിരുന്നു. കുറേ ബുക്കുകളൊക്കെ കിട്ടിയതൊക്കെ നോക്കി, അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കണമായിരുന്നു. ഏറ്റവും ഒടുവിൽ എൻ്റെ മനസ്സിന് സംതൃപ്തമായ ഒരു ഉത്തരം കിട്ടി. ആ ഒരു ഉത്തരം ശക്തമായ ഒരാത്മീക മർമ്മമാണ്. അത്
ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശരിക്കും നമുക്കറിയാം ഒത്തിരി തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട് ഇല്ലേ? മധ്യസ്ഥ പ്രാർത്ഥന, ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പിന്നെ ഉറക്കം തൂങ്ങിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, എഴുതി വെച്ച് ചടങ്ങിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതെല്ലാം പ്രാർത്ഥനയാണ്. പക്ഷേ അസാധാരണമായ പ്രാർത്ഥനയുണ്ട്, പോരാട്ട പ്രാർത്ഥന. ഈ ഒരു പോരാട്ട പ്രാർത്ഥന നടത്തിയത് യാക്കോബാണ്. എനിക്ക് തോന്നുന്നു യാക്കോബിൻ്റെ പിതാവായ ഇസഹാക്കോ അബ്രഹാമോ ഒന്നും ഇത്തരത്തിൽ ഇങ്ങനെ ഉള്ള തീവ്രമായ ഒരു പ്രാർത്ഥനയിലേക്ക് പോയിട്ടുള്ളതായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അബ്രഹാമൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ യാഗപീഠം പണിയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു പോയവരാണെങ്കിലും യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ മണിക്കൂറുകൾ നീളുന്ന തീവ്രമായ ഇത്തരത്തിലുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇത്തരമൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കയറിയാൽ നമ്മുടെ ജീവിതവും ശുശ്രൂഷയും ഒക്കെ മാറും. പക്ഷേ അതെങ്ങനെയാണ്, ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. മുഖവരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഗൗരവമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വളരെ വേഗം നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ മടങ്ങിവരവാണ്. ഏകദേശം 20 വർഷത്തോളം സമയം അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി ഒത്തിരി കഷ്ടപ്പെട്ട് തൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ വിളി തൻ്റെ മേലുള്ളതുകൊണ്ട് ദൈവം തന്നെ തിരിച്ചു വരുത്തുകയാണ്. അപ്പോൾ തിരിച്ചു വരുത്തുമ്പോൾ ദൈവം ഒത്തിരി കരുണ കാണിച്ചു. സ്വപ്നങ്ങളിലൂടെയാണ് ദൈവം യാക്കോബിനോട് ഇടപെട്ട് നഷ്ടപ്പെട്ടു പോയ നന്മകളെല്ലാം തനിക്ക് മടക്കി കൊടുത്തതെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെ അതെല്ലാം കിട്ടി സമ്പന്നനായി തിരിച്ചു വരുമ്പോൾ ലാബാൻ യാക്കോബിനെ പിന്തുടരുന്നുണ്ട്. അപ്പം ഇവർ വളരെ ചെറുകയാണ് ഈ യാക്കോബും തൻ്റെ കൂട്ടരും. കാരണം 2 ഭാര്യമാർ, മക്കൾ, ആട്ടിൻകൂട്ടവും എല്ലാമായിട്ട് പോകുമ്പോഴാണ് ലാബാൻ തന്നെ പിന്തുടരുന്നത്. 3-ാം ദിവസമാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് പോയെന്ന്. പക്ഷേ 7-ാം ദിവസം രണ്ടുപേരും ഒന്നിച്ചെത്തി. അതായത് 7 ദിവസം കൊണ്ട് യാക്കോബ് നടന്ന ദൂരം ലാബാൻ 3 ദിവസം കൊണ്ട് നടന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഓർത്തോണം യാക്കോബിൻ്റെ വേഗതയും ലാബാൻ്റെ വേഗതയും. അപ്പം ഈ ലാബാന് യാക്കോബിനോട് അടുത്തു വരാതെ വണ്ണം ദൈവം സ്വപ്നത്തിൽ ഇടപെടുകയും ആ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഇവർ തമ്മിൽ ഒരു ഉടമ്പടിയിലെത്തി. അങ്ങനെ വീണ്ടും സന്തോഷവാനായിട്ട് മുന്നോട്ട് പോകുന്നു. മഹനീമിൽ വെച്ച് ദൈവദൂതന്മാരെ കാണുന്നു. പിന്നീട് ഈ യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഈ ഒരു യാത്രയിലാണ് സെയീറിൽ ഏശാവ് ഉണ്ടെന്നറിഞ്ഞ് ചില മെസ്സഞ്ചേഴ്സിനെ അവിടോട്ട് അയക്കുകയും പോയ ഈ മെസ്സഞ്ചേഴ്സ് തിരിച്ചു വന്ന് 400 ആളുകളുമായി യാക്കോബ് നിന്നെ എതിരേൽപ്പാനായിട്ട് വരുന്നു എന്ന് പറയുന്നത്. ഇത് കേട്ട് യാക്കോബ് ഭയപ്പെട്ടു. കാരണം ഇത്രയും നാൾ നേടിയതും അധ്വാനിച്ചതുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഭയപ്പെട്ടു പോയി. അപ്പം ഈ ഭയപ്പെട്ടു പോയ യാക്കോബ് സ്വതവേ അദ്ദേഹം ഈ കുശാഗ്ര ബുദ്ധിയും കൂർമ്മതയും ഉള്ളവനായതുകൊണ്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 3 കൂട്ടങ്ങളായിട്ട് സമ്മാനങ്ങൾ തൻ്റെ മുമ്പിൽ യാബൂക്കിൻ്റെ കടവിൽ കടത്തിവിട്ടു. അങ്ങനെയാണ് ഈ 32-ാം അധ്യായം നമ്മൾ കാണുന്നത്. അങ്ങനെ 32-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രാർത്ഥനയാണ്. അതാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ സാധാരണമായ പ്രാർത്ഥന. അപ്പം ഈ ഒരു സാധാരണമായ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിച്ച വാക്കുകൾ എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളും സാധാരണ കഷ്ടവും വേദനയും ദുഃഖവും ഒക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ പ്രാർത്ഥന. ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ യാക്കോബ് അടുത്തൊരു മൽപ്പിടുത്തത്തിലേക്ക് പോയത് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അത് കഴിഞ്ഞ് കൂട്ടങ്ങളെയെല്ലാം കയറ്റി ഭാര്യമാരെയെല്ലാം അക്കരെ കടത്തിയിട്ടാണ് യാബൂക്ക് കടവിൽ ശേഷിച്ചപ്പോൾ രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. ഹി എറോസ് ഓൺ ദാറ്റ് സെയിം നൈറ്റ് എന്നാണ് 32:22 രാത്രിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥന നടക്കുന്നത് രാത്രിയിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്രാർത്ഥന നടത്തിയത് രാത്രിയിലാണ്. പകലത്തെ പ്രാർത്ഥനകളെക്കാൾ എപ്പോഴും ശക്തം രാത്രിയിലെ പ്രാർത്ഥനകൾ തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ വ്യക്തിയെ പ്രാർത്ഥനാ മനുഷ്യനാക്കും. പണ്ടൊക്കെ രാത്രിയിൽ ദൈവാത്മാവ് എന്നെ ഉണർത്തുമായിരുന്നു. പൊതുവേ ഉറക്കം ഇഷ്ടപ്പെടുന്ന ഞാൻ ഈ ഉറക്കം പോകുമ്പം ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ എനിക്ക് മനസ്സിലായി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ രാത്രിയിൽ അനേക സമയങ്ങൾ പ്രാർത്ഥനയിൽ നമുക്ക് ചെലവഴിക്കാനായിട്ട് പറ്റും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ആരെയെങ്കിലും അങ്ങനെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ സമയങ്ങളിൽ എഴുന്നേൽക്കുക. പക്ഷേ ഈ രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റെന്നാണ്, എഴുന്നേൽപ്പിച്ചെന്നല്ല.
ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുരുഷനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. ഈ പുരുഷൻ ദൈവദൂതനായിരുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അവൻ പുരുഷപ്രായത്തിൽ ദൈവദൂതനോട് അല്ലെങ്കിൽ ദൈവത്തോട് അവൻ മൽപ്പിടുത്തം നടത്തി, കരഞ്ഞു, അപേക്ഷിച്ചു. അപ്പോൾ കരച്ചിലുണ്ടായിട്ടുണ്ട്, അപേക്ഷയുണ്ടായിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കരഞ്ഞിട്ടുണ്ടെന്ന് പ്രവാചകനായ ഹോശേയാവിനാണ് വെളിപ്പെട്ടത്. അവിടെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അതും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. ഇവിടെ ഒരിക്കലും ദൈവദൂതൻ വന്ന് യാക്കോബിനെ തട്ടി ഉണർത്തുകയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതായത് യാക്കോബ് തനിയെ എഴുന്നേറ്റിട്ടാണ് ഈ ഒരു മനുഷ്യനുമായിട്ടുള്ള മൽപ്പിടുത്തം നടത്തുന്നത്. ഈ മൽപ്പിടുത്തം എന്താണെന്നോ ഏതാണെന്നോ നമുക്കറിയില്ല. പക്ഷേ ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യം വായിച്ചപ്പോൾ കരച്ചിലുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം കരച്ചിൽ നടന്നിട്ടുണ്ട്. എന്താണ് കരഞ്ഞത്? പ്രാർത്ഥനയ്ക്കകത്തുള്ള കരച്ചിൽ തന്നെ ആണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താ? ക്രിസ്തുവോ തൻ്റെ ഐഹിക ജീവകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും. അപ്പം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളിൽ പോലും ആ ഒരു തീവ്രമായ ഗത്സമനയിലെ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത്, ഉറച്ച നിലവിളിയും കണ്ണുനീരും. അപ്പം യാക്കോബ് കരഞ്ഞു. പക്ഷേ മണിക്കൂറുകൾ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഒരു രഹസ്യമാണ്. പ്രിയരെ, പരിശുദ്ധാത്മാവിന് അവിടെ നടന്ന സംഭവം ഓരോന്നും വ്യക്തവും കൃത്യവുമായി എഴുതാൻ അറിയാത്തത് കൊണ്ടല്ല. ഇതെന്താണെന്നറിയാൻ ഞാൻ കുറേ മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, ദൈവസന്നിധി പോഷ്കല്ല. ഈ ദിവസങ്ങളൊക്കെ ഉപവാസത്തിൻ്റെ ഇടയിൽ ഞാൻ ഏറ്റവും ഒടുവിൽ ദൈവത്തോടപ്പ എനിക്കിത് വെളിപ്പെടുത്തി തരണം. കാരണം യാക്കോബ് എന്താണ് ചെയ്തതെന്ന് മനസ്സിലായിരുന്നെങ്കിൽ എനിക്കും അത് ചെയ്യാമായിരുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, ഇല്ലേ? എത്ര ദൈവാനുഗ്രഹങ്ങളാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ വായനയിൽ എനിക്ക് പ്രകാശനം നൽകിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ദൈവം അത് മറച്ചു വെച്ചത് ഇതൊരു രഹസ്യമാണ്. അതായത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു ഡിവൈൻ എൻകൗണ്ടർ ആ രാത്രിയിൽ ഉണ്ടായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ മുറികളിൽ ചില ഡിവൈൻ എൻകൗണ്ടറുകൾ ഉണ്ടാകണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായതുകൊണ്ട്, യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നല്ല. വ്യത്യസ്തമായ ചില ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകും. അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടാകുന്നതാണ്. അതായത് പരിശുദ്ധാത്മാവിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ പഴയ നിയമത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു പുരുഷനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആരോടും മൽപ്പിടുത്തം നടത്താൻ നമ്മളില്ല. കാരണം ഇതങ്ങനെയല്ല, ആ കാലം അങ്ങനെയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. പുതിയ നിയമത്തിലെ ആത്മനിറവിലുള്ള ഒരു പ്രാർത്ഥന, പോരാട്ട പ്രാർത്ഥന, ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനായിരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. അപ്പം ഈ ഒരു പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക, ഈ ഒരു അസാധാരണമായ യാക്കോബിൻ്റെ ഈ ഒരു പോരാട്ട പ്രാർത്ഥനയിൽ വാക്കുകൾക്ക് പ്രാധാന്യമില്ല. ശ്രദ്ധിക്കുക, വാക്കുകൾക്ക് പ്രാധാന്യമില്ല. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എഴുതിയിട്ടില്ല. സമയത്തിന് പ്രാധാന്യമില്ല. ഷെഡ്യൂൾഡ് പ്രയർ അല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു അരമണിക്കൂർ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചേക്കാം. ക്ലോക്കെ നോക്കുന്നു, അപ്പച്ചനെ അനുഗ്രഹിക്കണേ, അമ്മച്ചി അനുഗ്രഹിക്കണേ, പാസ്റ്ററെ അനുഗ്രഹിക്കണേ, ചേട്ടനെ അനുഗ്രഹിക്കണേ, ചേച്ചി അനുഗ്രഹിക്കണേ, ഇങ്ങനെയുള്ളതല്ല. ഷെഡ്യൂൾഡ് പ്രയർ അല്ല. ശ്രദ്ധിക്കണം, അത് വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഷെഡ്യൂൾഡ് പ്രയർ അല്ല, അതായത് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, സമയമില്ല. പ്രിയമുള്ളവരെ, ആത്മാവ് നയിക്കുന്നത് പോലെ പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് പോവുക. അതായത് ഞാൻ ഇതിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവം ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത് ഞാൻ പറയാം. ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. അന്നേരം സമയം അതിന് ബാധകമല്ല, സാഹചര്യങ്ങൾ അതിന് ബാധകമല്ല. നോക്കുക, ഈ ഒരു പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അന്യഭാഷയും ആത്മനിറവുമുള്ളവരാണെങ്കിൽ ആ ഒരു നിലയിലേക്ക് കൊണ്ടുപോകും. അല്ല, ആ ഒരു അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിലും വിഷമിക്കരുത്. നിങ്ങളെ പ്രത്യേകമായ ചില ആത്മീയ അനുഭവങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകും.
ഉണ്ടാകുമോ എന്നുള്ളതല്ല, ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ദൈവം പറയില്ല, അത് പേഴ്സണൽ എക്സ്പീരിയൻസാണ്. അതുകൊണ്ടാണ് അവിടെയും ഇത് എഴുതാത്തത്. ഇപ്പം മനസ്സിലായി എന്താ എഴുതാത്തതെന്ന്? എഴുതാൻ അറിയാത്തത് കൊണ്ടല്ല, അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അനുഭവമാണ്, ഇത് പഠിക്കാനുള്ളതല്ല, ഇത് എസ്സേ എഴുതാനുള്ളതല്ല, ഇത് തിസീസ് ചെയ്യാനുള്ളതല്ല, ഇത് പ്രാക്ടിക്കൽ ലൈഫാണ്. കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറയാം. പ്രിയമുള്ളവരെ, യാക്കോബ് തൻ്റെ ഉള്ള അവസ്ഥ തുറന്ന് സമ്മതിച്ചു. നിന്റെ പേരെന്താണ്? യാക്കോബ്. തുറന്ന് സംസാരിച്ചു. അടുത്തത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. വാഗ്ദത്തം കിട്ടി. ഇനിയും നമ്മൾ ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു കാര്യം പിടിച്ചു വാങ്ങാനായിട്ടുള്ളതല്ല പോരാട്ട പ്രാർത്ഥന. ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടാനുള്ളതാണ്. അതായത് പല ആളുകളും ചിന്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യവും മൽപ്പിടുത്തത്തിലൂടെ നേടിയെടുക്കാമെന്നുള്ളതാണ്. അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, അതിന് പരിശ്രമിക്കരുത്. ഇവിടെ യാക്കോബ് ദൈവഹിതത്തിൽ തന്നെയാണ് നിലനിന്നത്. ദൈവഹിതത്തിൽ നിലനിന്നിട്ടും അദ്ദേഹത്തിന് പോരാട്ട പ്രാർത്ഥനയുടെ ആവശ്യമായിട്ട് വന്നു. ചിലർ പറയുന്നത് ദൈവഹിതത്തിൽ നിലനിൽക്കുമ്പോഴും പ്രാർത്ഥനയുടെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്. നിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് യാക്കോബിനോട് ദൈവമാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. നമ്മളാണ് എന്തോ ചെയ്യും? നമ്മളെന്താ ചെയ്യുന്നത്? ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, ദൈവം എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളും. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണാനായിട്ട് പാടില്ല. ആ യാക്കോബ് ഇസ്രായേലായിട്ട് മാറുകയാണ്. നോക്കിക്കേ, ഐഡൻറ്റിറ്റി മാറുന്നു. ഈ പിന്നീട് വരുന്ന ഇസ്രായേൽ മക്കൾ പോലും ഇസ്രായേൽ മക്കളെന്നാണ് വിളിക്കുന്നത്. ഇസ്രായേൽ മക്കൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ അബ്രഹാമിനേക്കാൾ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ അവരുടെ പേര് വിളിക്കുന്നത് പോലും ഇസ്രായേൽ എന്നാണ്, ഇല്ലേ? ഇസ്രായേൽ, 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 ഇസ്രായേൽ. ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേര് മേടിച്ച് ദൈവത്തിൻ്റെ പ്രഭുവായി മാറിയത് ഈ യാക്കോബാണ്. ദൈവത്തിന് സ്തോത്രം. ഉള്ളത് സമ്മതിച്ചു ദൈവസന്നിധി. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കണം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പെനിയേലാണ്. പെനിയേൽ. ഇതിനു മുമ്പ് ഒരു 20 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ദൈവിക ദർശനം കണ്ട സ്ഥലമാണ് ബഥേൽ. ബഥേലിൽ വെച്ച് വാഗ്ദത്തം കേട്ടു. പെനിയേലിൽ വെച്ചാണ് വാഗ്ദത്തം പ്രാപിച്ചെടുത്തത്. അതായത് കേട്ടതുകൊണ്ട് കാര്യമില്ല, കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാനായിട്ടുള്ളതാണ്. സ്വപ്നം കണ്ടതുകൊണ്ട് ഇസ്രായേലായി മാറിയില്ല. ലാബാനോട് ദൈവം ഇടപെട്ട് യാക്കോബിനെ രക്ഷിച്ചിട്ടും താൻ ഇസ്രായേലായി മാറിയില്ല. എപ്പോൾ തൻ്റെ പ്രാർത്ഥന തീവ്രമായി ഒറ്റയ്ക്ക് ഉള്ളതെല്ലാം സമ്മതിച്ച്, നിൻ്റെ പേരെന്താണ്? നമുക്കറിയാം പല സ്ഥലത്തും പേര് മാറി യാത്ര ചെയ്തവനാണ് യാക്കോബ്. അപ്പനെ കളിപ്പിച്ചു, അമ്മായിയപ്പൻ, ഏതെല്ലാം സ്ഥലങ്ങളിൽ നമ്മൾ ആ പ്രത്യേകമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയ ആ ഒരു മനുഷ്യൻ ഏറ്റവും ഒടുവിൽ ദൈവം മുമ്പിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് താൻ പറയുകയാണ്, ഞാൻ യാക്കോബാണ്. ഉള്ളത് തുറന്ന് സമ്മതിക്കുക. ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ഈ ഒരു കാര്യത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുന്നത് പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ പല പ്രാർത്ഥനകളും ആവർത്തിച്ച് നമ്മൾ കാണുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വാചകങ്ങൾക്ക് അപ്പുറം, ഇല്ലേ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാക്കുകളേക്കാൾ അപ്പുറം ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിനാണ് പ്രാധാന്യമുള്ളത്. അങ്ങനെ ഒരു അനുഭവം പറ്റുമോ? പറ്റും. എന്താ ചെയ്യേണ്ടത്? ഒറ്റയ്ക്കിരിക്കണം, ദൈവഹിതത്തിലേക്ക് മടങ്ങി വരണം, തീവ്രമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടം ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കാനല്ല കേട്ടോ. ദൈവം പറഞ്ഞത്, ദൈവം നമ്മളോട് പണ്ടൊക്കെ അരുളി ചെയ്തത്, കർത്താവേ അതെൻ്റെ ജീവിതത്തിൽ നടക്കണം. എന്താ ഇത്രയും നാളായിട്ട് അതൊന്നും കാണാത്തത്? അങ്ങനെ വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ്റെ പേര് മാറും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഒരു സന്ദേശം പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തും എന്ന് നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് തന്നൊരു സന്ദേശമാണ്. നമുക്ക് പരസ്പരം ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.